ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് LGS മാത്സിൻ്റെ PYQ സെറ്റ് 10ാമത്തെ ക്ലാസ് ആണ് നമ്മുടേത്. അതായത് യൂണിവേഴ്സിറ്റി LGS ലെവലിൽ, യൂണിവേഴ്സിറ്റി എന്നല്ല LGS ലെവലിൽ മൊത്തത്തിൽ നമ്മുടെ PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഓരോ ദിവസമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം LGSന് 20 മാർക്കാണ് മാത്സിൽ നിന്നുള്ളത്. 20 മാർക്കും എന്ന് പറയുന്നതിൽ നമുക്കൊരു 18 to 20 അത് സ്കോർ ചെയ്തിരിക്കണം. അത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ റാങ്കിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടർ ആയിരിക്കും. പലർക്കും മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങിയത്. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം മാത്സ് അങ്ങ് ഓക്കെ ആയിക്കോളും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒന്നാമത്തെ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് എഴുതി വെക്കുക. 1, 2, 3 അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് ഒരു 10 കഴിഞ്ഞു 20 ഒക്കെ വരുമ്പോഴേക്കും നിങ്ങളുടെ മാർക്കിന് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.01 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.001 കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. നിങ്ങളൊരു ബുക്കും പേപ്പറും വെച്ചിട്ട് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കി ക്ലാസ് കാണുക. എന്നിട്ട് നിങ്ങളുടെ മാർക്കും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാമല്ലോ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0.01 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 0.0001 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംഖ്യ കണ്ടുപിടിക്കുന്ന ഇതിനെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി, അതായത് ഡിവിഷൻ ആക്കണം. അപ്പോൾ ഇവിടെ എന്തുണ്ട്, 0.001 ഡിവൈഡഡ് ബൈ 0.01 എന്ന് വരും. ഇവിടെ നമുക്ക് പോയിന്റ് മാറ്റാൻ എന്ത് ചെയ്യണം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്, മുകളിൽ എത്രയുണ്ട്, 4 ഉണ്ട് അല്ലേ. മുകളിൽ 4, താഴെ 2. അപ്പോൾ എന്താകും, ഇതൊക്കെ ക്യാൻസൽ ആയി പോയിക്കോളൂ. ഇനി അവിടെ പോയിന്റ് കഴിഞ്ഞ് 2 എണ്ണം മതി. ഓൾറെഡി ഇവിടെ മുകളിൽ 4 എണ്ണമുണ്ട്, ഇവിടെ 2 എണ്ണമുണ്ട്. അതങ്ങ് ക്യാൻസൽ ആകും. മുകളിലത്തെ 2ഉം താഴത്തെ 2ഉം കൂടി ക്യാൻസൽ ആകുമ്പോൾ ബാക്കി എത്ര വരും, മുകളിൽ 2 എണ്ണമുണ്ട്. സോ ആൻസർ വരേണ്ടത് 0.01. പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് മതി. ഇതല്ല എങ്കിൽ നമുക്കിതിനെ ചെയ്യാം 0.001 ഡിവൈഡഡ് ബൈ 0.01 എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റു എന്ത് ചെയ്യണം, പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആയതുകൊണ്ട് നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര വരും, 0.01 എന്ന് വരും. കാര്യം ഈ 2 ഡിജിറ്റ് മാറ്റി ഇങ്ങോട്ടേക്ക് പോയിന്റ് ഇടുക. ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. ആൻസർ എത്ര വന്നു, 0.01 എന്ന് വന്നു. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മുകളിൽ പോയിന്റ് കഴിഞ്ഞ് 6 ഡിജിറ്റ് ഉണ്ട്, താഴെ എന്താണ്, താഴെ 3 ഉള്ളെങ്കിൽ എന്താകും, അത് കട്ട് ചെയ്ത് വരുമ്പോഴേക്കും മുകളിൽ ബാക്കിയുള്ള 3 ഡിജിറ്റ് ആകും ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു വരിയിൽ 50 സെന്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടു. അതായത് ഇങ്ങനെ വെച്ചിട്ട് എന്താണ്, ഇവിടെ ഒരു ചെടി നട്ടു, ഇവിടെ ഒരു ചെടി നട്ടു, ഇങ്ങനെ നട്ട് പോകുവാണ്. അപ്പൊ അങ്ങനെ നട്ടിട്ട് ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചെടി, ഇത് നമ്മുടെ 2ാമത്തെ ചെടിയാണ്, ഇത് 3ാമത്തെ ചെടിയാണ്. ഇത് തമ്മിലുള്ള അകലം 50 ആണ്. ഓക്കെ, ഇത് തമ്മിലുള്ള അകലവും 50 ആണ്. അതായത് ഇവിടെ എത്ര ഗ്യാപ്പ് ഉണ്ട്, 2 ഗ്യാപ്പ് ഉണ്ട്. 3ാമത്തെ വന്നപ്പോൾ 2 ഗ്യാപ്പ് ഉണ്ട്. 4ാമത്തെ ചെടി വരുമ്പോൾ എത്ര ഗ്യാപ്പ് ആകും, 3 ഗ്യാപ്പ് ആകും. 5ാമത്തെ ചെടി നമ്മൾ നടുവാണെങ്കിൽ അവിടെ എത്ര ഗ്യാപ്പ് ആകും, അവിടെ മൊത്തം 5 ഗ്യാപ്പ് ആയിട്ട് വരും. 5ാമത്തെ ചെടി നട്ടാൽ 4 ഗ്യാപ്പ് ആയിട്ട് വരും. മനസ്സിലായോ? അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെയും 11ാമത്തെയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എത്ര ഗ്യാപ്പ് വന്നിട്ടുണ്ടാകും, 10 ഗ്യാപ്പ് ഉണ്ടാകും അല്ലേ. 10 ഗ്യാപ്പ് ഉണ്ടാകും. ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 50 ആണെങ്കിൽ 10 ഗ്യാപ്പ് എത്രയായിരിക്കും, 10 × 50 500 സെന്റിമീറ്റർ ആയിരിക്കും. എന്താണ്, ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 28 × 25 തുല്യമായത് ഏതാ? ഇവിടെ നമുക്ക് നോക്കാം. 28 × 25 ഇവിടെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. 25 × 25 എന്ന് പറയുന്നത് 625 നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, 625. ഇപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. കാര്യം ഇവിടെ എത്രയാണ്, 100 × 4 400 ആണെന്ന് മനസ്സിലായി. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഈ 28 × 25 നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് 25 + 3 × 28 എന്ന് എഴുതാം. 25 എന്ന് എഴുതാം അല്ലെ. 28 ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പോൾ എളുപ്പമല്ലേ. ഇവിടെ എന്ത് വരും, 25 × 25 625 ആണ്, പ്ലസ് 25 × 3 എന്ന് പറയുന്നത് 75 ആണ്. 625ഉം 75 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 700 കിട്ടും. ഇവിടെ ഏതായിരിക്കും ആൻസർ, 100 × 7 700 ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതേ ചുമ്മാ ഇതിനങ്ങ് ഡയറക്റ്റ് 28 × 25 എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 700 കിട്ടുമ്പോഴേ മനസ്സിലാകും ഇതാണ് ആൻസർ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി 40 ഇതാ നമ്പറാണ്. 40 കുട്ടികളുടെ ആവറേജ് ശരാശരി എന്ന് പറയുന്നത് 10 ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ടീച്ചറെ കൂട്ടിച്ചേർക്കുമ്പോൾ പിള്ളേരുടെ മൊത്തം എണ്ണം 41 ആകും. ശരാശരി എത്രയായി? 11 എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ കണ്ടുപിടിക്കണം. 40 × 10 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടെ 400 വരും. ഓക്കെ, 41 × 11 എന്ന് പറഞ്ഞാൽ എത്ര വരും? 451 വരും. ഓക്കെ, അതായത് 400 ആയിരുന്നു ആ ടോട്ടൽ. ആ ക്ലാസ്സിലെ കുട്ടികളുടെ ടോട്ടൽ എടുത്തപ്പോൾ നമുക്ക് 400 ആയിരുന്നു. ടീച്ചറെയും കൂടി കൂട്ടി വന്നപ്പോൾ 451 ആയെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്രയായിരിക്കണം? അത് 51 ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി 51 ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം. റൂട്ട് ഓഫ് 10.89 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് റൂട്ട്, അതായത് നിങ്ങൾ റൂട്ട് അങ്ങ് വിട്ടേക്ക്. ഈ പറയുന്ന 1089ന്റെ റൂട്ട് എത്രയെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന, അപ്പം നമുക്കറിയാം 1089 എൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം 23 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 625. ഓക്കെ, അപ്പൊ ഇതെന്തായാലും 23 എന്ന് പറഞ്ഞാൽ അതിലും ചെറിയൊരു നമ്പർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. 40ന്റെ സ്ക്വയർ എത്രയാണ്? 40ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1600. അവിടെയും എന്താണ്? അപ്പോഴും നമുക്കറിയാം അതിലും വലിയ നമ്പറാണ് അല്ലേ ഇത്, അല്ല അതിലും ചെറിയ നമ്പർ തന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. ഇനി നോക്കിക്കേ, 39 എന്ന് പറയുമ്പോൾ 9ന്റെ സ്ക്വയർ എത്രയാണ്? 81 ആയതുകൊണ്ട് ലാസ്റ്റ് വരേണ്ട നമ്പർ 1 ആയിരിക്കണം. അപ്പൊ നമുക്കറിയാം ഇതുമല്ല എന്നുള്ളത്. സോ ആൻസർ ഏതായിരിക്കും? 3.3 ആണ്. അതായത് 33 1089ന്റെ സ്ക്വയർ റൂട്ട്. സോ എന്ത് വരും? 10.89ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 3.3 ആയിരിക്കും. ഓക്കെ, വേണേ 33 കൊണ്ട് ഗുണിച്ച് നോക്കിക്കോ, നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം. എല്ലാം അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നമുക്കറിയാം, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ്? 100 വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ആൻസറിലേക്ക് വരുമ്പോൾ ഒരു 0 മാറും. അതേപോലെ തന്നെ ഇവിടെ നമുക്കറിയാം, ഇവിടെ 6.25 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ആൻസറിലേക്ക് വരുമ്പോൾ എന്താവണം? പോയിന്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ് ആയിട്ട് മാറണം. സെയിം തന്നെ ഇവിടെ എന്താണ്? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. സോ ആൻസറിലേക്ക് വന്നപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ് ആണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു പാത്രത്തിൽ 1/4 ഭാഗം വെള്ളമെടുത്തപ്പോൾ, ഒരു പാത്രത്തിൽ 1/4 ഭാഗം 3/4 ഭാഗം വെള്ളമെടുത്തപ്പോൾ അത് 1.5 ലിറ്റർ ആയി. പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ ആകും? അതായത് ഈ പറയുന്ന 1/4 ലിറ്റർ എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്. എളുപ്പമല്ലേ? 1/4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1.5 ആണെങ്കിൽ അര എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/4 ലിറ്റർ അല്ലേ? 1/4 ഭാഗമല്ലേ? 1/4 ഭാഗമാണ്. മനസ്സിലായോ അത്? അതായത് 3/4 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 1.5. അതായത് അര 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 അങ്ങനെയല്ലേ പറയുന്നത്? അരഭാഗം ചേർന്നു, 1 ലിറ്റർ ഒഴിച്ചപ്പോൾ 1/4 ഭാഗമായി, വീണ്ടും അര ഒഴിച്ചു, വീണ്ടും അര ഒഴിക്കുമ്പോഴാണല്ലോ ഈ പറയുന്ന 1/4 ആകുന്നത്. അപ്പോൾ അത് എത്രയായിട്ട് മാറി? ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയായിട്ട് മാറി? അങ്ങനെ 3 അര ചേരുമ്പോഴാണ് ഈ പറയുന്ന 1 ലിറ്റർ വെള്ളമാകുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇനിയും നമുക്ക് എന്ത് ചെയ്യണം? അതും ഫുള്ള് നമ്മൾ നിറച്ചു, പാത്രം നിറയെ വെള്ളം എടുക്കണമെങ്കിൽ 1/4 ഭാഗം ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 1/4 ഭാഗം കൂടിയല്ലേ ഉള്ളൂ. അതായത് ഒരു അരയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എത്രയായിട്ട് മാറും? 2 ലിറ്റർ ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. ഇതൊക്കെ കുറേയൊക്കെ ലോജിക്കാണ്. നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് ലോജിക്കായിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. നെക്സ്റ്റ് നോക്കാം. 36, 50, 75 എന്നീ സംഖ്യകളുടെ LCM എത്ര? ലസാഗു എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമലി നമ്മൾ ചെയ്യും പോലെ തന്നെ 50, ഇവിടെ എത്ര വരും? 75. ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്കിതിന് എന്ത് കൊണ്ട് ചെയ്യാൻ പറ്റും? 25 കൊണ്ട് ചെയ്യാം. ശരിക്കും നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, പ്രൈം നമ്പേഴ്സ് കൊണ്ട് ചെയ്യണം. പോട്ടെ, 5 കൊണ്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? ഇവിടെ 36 അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. ഇവിടെ 10 വരും. ഇവിടെ എത്രയാണ് വരേണ്ടത്? 1, ഇവിടെ ബാക്കി 25, എത്ര വരും? 15 വരും അല്ലേ. എഗെയിൻ നമുക്കിവിടെ എന്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും? നമുക്കിതിനെ 2 കൊണ്ട് ചെയ്താൽ ഇവിടെ എത്ര വരും? 18. ഇവിടെ എത്ര വരും? 5. ഇവിടെ 3 എന്ന് വരും. എഗെയിൻ നമുക്കിതിനെ എന്തുകൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്താൽ 6, 3, 18. ഇവിടെ 5 അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. ഇവിടെ 1 വരും. ഇനി എന്തെങ്കിലും കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇവിടെ എത്ര വരും? 6, 5, 30. 30 × 10 അല്ലേ?
RCM എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 5 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 6 ഇൻറ്റു 5. 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 3 30, 30 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 18, 18 5 എന്ന് പറയുമ്പോൾ 90 വരും. 900 ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് നോക്കാം. 25,000 രൂപയ്ക്ക് വാങ്ങിയ അലമാര 23,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്ര? നഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പം നഷ്ടശതമാനമാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നഷ്ടം എത്ര രൂപയാണോ ഡിവൈഡഡ് ബൈ, നഷ്ടം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും നോക്കേണ്ടത് വാങ്ങിയ വില വെച്ചിട്ടാണ് നഷ്ടമാണോ ലാഭമാണോ നോക്കേണ്ടത്. ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ എത്രയാണ് നഷ്ടമെന്ന് പറയുന്നത്? 25,000 രൂപയ്ക്ക് വാങ്ങിയ സാധനം 23,000 രൂപയ്ക്ക് വിറ്റപ്പോൾ എനിക്ക് എത്ര രൂപ നഷ്ടം വന്നു? 2,000 രൂപ എനിക്ക് നഷ്ടം വന്നു. സോ ഇവിടെ നഷ്ടം എന്ന് പറയുന്നത് 2,000 ആണ്. വാങ്ങിയ വില എന്ന് പറയുന്നത് 25,000 ആണ്. ഇൻറ്റു 100, 0 കൂടി കട്ടായി പോകും. ഇവിടുത്തെ 0 ഈ 0 കട്ടായി പോകും. 200/25 എന്ന് പറയുന്നത് എത്ര തവണയാണ്? 8 തവണ. സോ 8% അയാളുടെ നഷ്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 1 മുതൽ തുടർച്ചയായ 25 ഒറ്റസംഖ്യകളുടെ തുക എത്ര? 1 മുതൽ തുടർച്ചയായ 25 ഒറ്റസംഖ്യകൾ. ഇങ്ങനത്തെ പ്രോബ്ലം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻ 2 ടൈപ്പിൽ ചോദിക്കാറുണ്ട്. ഒന്നുകിൽ ചോദിക്കും 1 മുതൽ 25 വരെ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളവിടെ എണ്ണം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ഇത് എളുപ്പമാണ്. 1 മുതൽ തുടർച്ചയായ 25 ഒറ്റസംഖ്യകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 1 മുതൽ n വരെ n ഒറ്റസംഖ്യകൾ എന്ന് പറഞ്ഞാൽ n ഒറ്റസംഖ്യകളുടെ തുക, n ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ 25 ഒറ്റസംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത്. സോ 25ന്റെ സ്ക്വയർ 625 വരും. വേറെ ഒന്നും നോക്കാനില്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ചോദിക്കുവാണ് 1 മുതൽ 30 വരെയുള്ള ഒറ്റസംഖ്യകൾ എന്ന് ചോദിച്ചാൽ എന്ത് വന്നേനെ? 30 വരെയുള്ള ഒറ്റസംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരില്ല, അതിൻ്റെ ഇടയ്ക്ക് കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? നമുക്കറിയാം 1 മുതൽ 10 വരെ 5 ഒറ്റസംഖ്യകളാണുള്ളത്. അപ്പോൾ 1 മുതൽ 30 വരെ 15 ഒറ്റസംഖ്യകളാണുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. ആ ഒരു ലോജിക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. അതായത് 1 മുതൽ തുടർച്ചയായി 25 ഒറ്റസംഖ്യ എന്നാണോ 1 മുതൽ 25 വരെ എന്നാണോ പറഞ്ഞിരിക്കുന്നതെന്ന് നന്നായിട്ട് നോക്കുക. ഓക്കെ, അതിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. അവിടെയായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് തെറ്റിപ്പോകുന്നത്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. എന്താ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു തീവണ്ടി 54 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് ഈ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 54 കിലോമീറ്റർ ആണ് 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്നത്. 54 km/h വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് km/h എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? m/s എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 5/18 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ m/s തന്നിരിക്കുന്നതിനെ km/h മാറ്റാൻ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് ഗുണിക്കണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ്. അപ്പം നമുക്ക് ആദ്യം ഇവിടെ ചെയ്യാം. 54 × 5/18 ചെയ്താൽ നമുക്കറിയാം ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ആണ് സഞ്ചരിച്ചതെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ എത്ര തവണയാണ്? 3 തവണ. 5 × 3 15 m/s ആണ് എന്ത് ചെയ്യുന്നത്? ഒരു സെക്കൻഡിൽ 15 മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 15 m/s എന്ന് പറയുമ്പോൾ 3 മിനിറ്റിൽ ചോദിച്ചാൽ എന്ത് ചെയ്യണം? 3 × എന്തും കൂടി ചെയ്യണം? 60 കൂടി ചെയ്യണം. കാര്യം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണല്ലോ. അപ്പം 3 മിനിറ്റിൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? × 60 കൂടി ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? ഇവിടെ 27,100 അല്ലേ? ഓക്കെ, ഇത്രയുമാണ്. 15 × 6 എന്ന് പറയുമ്പോൾ 6 3 18, 18 × 15 എന്ന് പറയുമ്പോൾ 2,700 ആണ്. എന്ത്? 2,700 മീറ്റർ ആണ് ഈ തീവണ്ടി 3 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് കിട്ടിയത് 15 m/s എന്ന് കിട്ടി. ഇവിടെ ഒരു സെക്കൻഡിൽ 15 മീറ്റർ ആണെങ്കിൽ 60 സെക്കൻഡിൽ ആദ്യം കണ്ടുപിടിക്കണം. അതായത് 15 × 60 ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അത് × 3 ചെയ്താലും മതി ആൻസറിലേക്ക് എത്താനായിട്ട്. നെക്സ്റ്റ് നോക്കാം.
50 ആളുകൾ വരിവരിയായി നിൽക്കുന്നു. ഇതിൽ ഒരറ്റത്ത് നിന്ന് 25ാമത്തെ സ്ഥാനത്താണ് രാജേഷും മറ്റേ അറ്റത്ത് നിന്ന് രാജേഷ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മുന്നിൽ നിന്ന് 10ാമത്, പിന്നിൽ നിന്ന് 11ാമത്, ടോട്ടൽ എത്രയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ടോട്ടൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 അല്ലേ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ടോട്ടൽ അറിയാം 50 ആണെന്ന്, ലെഫ്റ്റിൽ നിന്ന് 25 എങ്കിൽ റൈറ്റിൽ നിന്ന് എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്ത് വരും? 50 + 1 - 25 ചെയ്താൽ മതി. ഓക്കെ, അതാണ് 6. അതായത് 26ാമത്തെ പൊസിഷനിലാണ്. പുറകിൽ ഒരറ്റത്ത് നിന്ന് ഇവിടെ നിന്ന് അയാൾ 25ാമത് നിന്നാൽ മൊത്തം 50 പേരല്ലേ, മൊത്തം 50 പേരാണ്. ഇയാൾ കഴിഞ്ഞും എത്ര പേരുണ്ട്? 25 പേരുണ്ട്. സോ ഇയാൾ എത്രാമത്തെ പ്ലേസിലായിരിക്കും? 26ാമത്തെ സ്ഥാനത്തായിരിക്കും അയാൾ നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2, 3, 5, 9 ഇവയിലെ ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ നമുക്ക് PSCയുടെ ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് 9 ആയിരുന്നു. ബാക്കി 3 എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. പക്ഷെ ഇവിടെ വേറൊരു ലോജിക്കും കൂടി പറയാലോ. 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. ആ ഒരു ലോജിക്കിലും ഇവിടെ ആൻസർ 2ലേക്ക് എത്താനായിട്ട് വരും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2, 4, 7, 14, 17, 34, 37. അടുത്ത എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, ഈ 2, 7, 14 ഇവിടെ ഈ ഒരു 2ന്റെ ഇരട്ടിയാണ് എന്ത്? 4 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ നമ്മൾ 7 എഴുതി, 7ന്റെ ഇരട്ടിയാണ് എന്ത്? 14. ഇവിടെ 17 എഴുതി, 17ന്റെ ഇരട്ടിയാണ് 34. സോ ഇവിടുത്തെ 37 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. നമുക്കൊന്ന് അല്ലെ, ഇവിടെ എന്താണ് ഒരു കൺഫ്യൂഷൻ വന്നേനെ. പക്ഷെ ഇവിടെ വേറെ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന നെക്സ്റ്റ് നമ്പർ തന്നിട്ടുണ്ട്. സോ അതിന്റെ ഇരട്ടിയാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. 37ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഓപ്ഷൻ ബി 74 ആണ് ഇവിടെ വരേണ്ടത്. സോ 37 × 2 എന്ന് പറയുന്നത് 74 ആണ്. 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അടുത്തത് എത്രയാണ് തന്നിരിക്കുന്നത്? 7. 7ന്റെ ഇരട്ടി. ആ ഒരു പാറ്റേണിലാണ് പോയിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. റെക്ടാങ്കിൾ എന്ന വാക്കിനെ SFDU BOHMF എന്ന് എഴുതി സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിനെ ഏതിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, റെക്ടാങ്കിൾ, അതായത് നമ്മൾ സാധാരണ റെക്ടാങ്കിൾ എന്ന് ഇന്നതിനെയാണെങ്കിൽ ഇപ്പം ആംഗിൾ എന്തായിരിക്കും സൂചിപ്പിക്കുക? തിരിച്ചാ ചോദിക്കാറ്. ഇവിടെ നമുക്ക് നോക്കാം. റെക്ടാങ്കിൾ. ഓക്കെ, 6 കഴിഞ്ഞ് അടുത്ത നമ്പറാണ് S, E കഴിഞ്ഞ് അടുത്ത നമ്പറാണ് F, C കഴിഞ്ഞ് എന്താണ് D, T കഴിഞ്ഞ് U, A കഴിഞ്ഞ് B, N O O G കഴിഞ്ഞിട്ട് എന്താണ് വരേണ്ടത്? H, L കഴിഞ്ഞ് M, E കഴിഞ്ഞ് F. കണ്ടോ, തൊട്ടടുത്ത നമ്പറാണ്. സോ നമുക്ക് ഇവിടെയാണ് തന്നിരിക്കുന്നത് അല്ലെ, USJBOHMF എന്നാണ് തന്നിരിക്കുന്നത്. എന്താ അപ്പോൾ ഇവിടെ എന്ത് വേണം? യുവിന് തൊട്ട് മുമ്പുള്ള നമ്പറാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എന്താണ്? T. എസിന് മുമ്പുള്ള നമ്പർ 6 ആണ്. ജെക്ക് മുമ്പുള്ള നമ്പർ I ആണ്. ബിക്ക് തൊട്ട് മുമ്പുള്ള നമ്പർ A ആണ്. ഇവിടെ O അല്ലേ പറഞ്ഞിരിക്കുന്ന. Oക്ക് തൊട്ട് മുമ്പ് എന്ന് പറയുമ്പോൾ എന്ത് വരും? N വരും. അതായത് GLE ട്രയാങ്കിൾ ആണ് ഇവിടെ വരേണ്ടത് ആൻസർ ആയിട്ട്. സാധാരണ നമ്മളോട് ചോദിക്കുന്നത് ഇത് തന്നിട്ട് ഇത് തരും, എന്നിട്ട് ഈ ട്രയാങ്കിൾ തന്നിട്ട് ഇത് ഇവിടുത്തെ എന്താന്നാ ചോദിക്കാറ്. ഇതിന്റെ തിരിച്ചു തന്നേ ഉള്ളൂ. ഗിറ്റാർ 76 ആയാൽ സിത്താർ എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഗിറ്റാർ G എന്ന് പറയുമ്പോൾ എന്താണ്? ജിയുടെ നമ്പർ എത്രയാണ്? H നമുക്കറിയാം. എന്ത് കണ്ട, H 8 ആണെന്ന് പഠിച്ചു വെക്കണേ. H 8 ആണ്. അപ്പൊ G എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? G 7 ആണ്. U എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 ആണ്. I എന്ന് പറഞ്ഞാൽ 9ാമത്തേതാണ്. T എന്ന് പറഞ്ഞാൽ 20 ആണ്. A എന്ന് പറഞ്ഞാൽ 1 ആണ്. R എന്ന് പറഞ്ഞാൽ 18 ആണ്. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന 76 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം നമുക്ക്? സിത്താർ കണ്ടുപിടിക്കണം അല്ലെ. സിത്താർ കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? S എന്ന് പറയുന്നത് 19, I എന്ന് പറയുന്നത് 9, T എന്ന് പറയുന്നത് 20, A എന്ന് പറയുന്നത് 1, R എന്ന് പറയുന്നത് 18. സോ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 67. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഒരാൾ വീട്ടിൽ നിന്ന് 400 മീറ്റർ കിഴക്കോട്ടും 800 മീറ്റർ വടക്കോട്ടും 600 മീറ്റർ പടിഞ്ഞാറോട്ടും 800 മീറ്റർ തെക്കോട്ടും ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അയാൾ എത്ര മീറ്റർ അകലെയാണെന്ന്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? തെക്ക് വടക്ക് വരച്ച് വെക്കാം അല്ലെ. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്. പറഞ്ഞിരിക്കുന്നത് ഇതാണ് അയാളുടെ വീട്. വീട്ടിൽ നിന്ന് അയാൾ 400 മീറ്റർ എങ്ങോട്ട് പോയി? കിഴക്കോട്ട് പോയി. 400 മീറ്റർ കിഴക്കോട്ട് പോയി. പിന്നീട് 800 മീറ്റർ വടക്കോട്ട് പോയി. 800 മീറ്റർ അയാൾ എന്ത് ചെയ്തു? വടക്കോട്ട് പോയി. വീണ്ടും എന്ത് ചെയ്തു? 600 മീറ്റർ അയാൾ പടിഞ്ഞാറോട്ട് പോയി. 600 മീറ്റർ അയാൾ പടിഞ്ഞാറോട്ട് പോയി. ഉണ്ടോ? ഇവിടം വരെ 400 ആണെന്ന് നമുക്കറിയാവേ. 600 മീറ്റർ അയാൾ എന്ത് ചെയ്തു? പടിഞ്ഞാറോട്ട് പോയി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നീട് അയാൾ 800 മീറ്റർ വീണ്ടും അയാൾ എന്ത് ചെയ്തു? തെക്കോട്ട് സഞ്ചരിച്ചു. 800 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു.
ഇവിടെയും 800 ഇവിടെയും 800, ഇത് 200, ഇത് 400. അപ്പോൾ അയാൾ ചോദിച്ചിരിക്കുന്നത് ഈ ഡിസ്റ്റൻസ് എത്രയെന്നാണ്. എത്രയായിരിക്കും ഇത്? 400 ആയിരിക്കും. അല്ല സോറി, 200 ആയിരിക്കും. 200 തന്നെയല്ലേ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഡിവിഷൻ എന്നത് പ്ലസ്, പ്ലസ് എന്നത് ഇൻറ്റു, ഇൻറ്റു എന്നത് മൈനസ്, മൈനസ് എന്നത് ഡിവിഷൻ എന്നിങ്ങനെയായാൽ 60 ഡിവൈഡ് ബൈ 7 പ്ലസ് 6 ഇൻറ്റു 10 മൈനസ് 5 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. 60 ഡിവൈഡഡ് ബൈ ഡിവിഷൻ എന്നത് എന്താണ്? പ്ലസ് ആക്കണം. 7 പ്ലസ് 6 പ്ലസ് എന്നത് എന്താക്കണം? ഇൻറ്റു ആക്കണം. 6 ഇൻറ്റു 10 ഇൻറ്റു എന്നത് എന്താക്കണം? മൈനസ് ആക്കണം. 10 മൈനസ് 5 മൈനസ് എന്നത് എന്താക്കണം? ഡിവിഷൻ ആക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറും? ഇത് 60 പ്ലസ് 7 ഇൻറ്റു 6 മൈനസ് 10 ഡിവൈഡഡ് ബൈ 5 എന്നായിട്ട് മാറും. ഓക്കെ, 60 പ്ലസ് 7 ഇൻറ്റു 6 മൈനസ്. ഇനി എന്ത് ചെയ്യണം? ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്താണ്? ബ്രാക്കറ്റ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതാണല്ലോ ഓർഡർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 60 പ്ലസ് 7 ഇൻറ്റു 6. ആദ്യം നമുക്ക് ഡിവിഷൻ ചെയ്യാം. 10 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 5. 10 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 വരും. ഇനി എത്ര വരും? 60 പ്ലസ് 7 6 42 മൈനസ് 2 എന്ന് വരും. 60 പ്ലസ് ഇവിടെ 42 2 കുറച്ചാൽ 40 കിട്ടും, അതായത് 100. ഇവിടെ അഡീഷണൽ സബ്ട്രാക്ഷനും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ, അതിൽ വ്യത്യാസമൊന്നുമില്ല. ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് നോക്കാം. അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. അമ്മ മകൾ ഏജിൻ്റെ പ്രോബ്ലം എപ്പോഴും ചോദിക്കുന്നുണ്ട്. അമ്മ മകൾ ആരുടെ വയസ്സുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അയാളുടെ വയസ്സ് നമ്മൾ എക്സ് ആക്കി എടുക്കാം. അമ്മയുടെ പ്രായം മകളുടെ വയസ്സിൻ്റെ 4 മടങ്ങാണ്. 20 വർഷത്തിന് ശേഷം, 20 വർഷം കഴിയുമ്പോൾ എത്രയാകും? എക്സ് പ്ലസ് 20. ഇപ്പം 5 വയസ്സാണെങ്കിൽ 20 വർഷത്തിന് ശേഷം 5 പ്ലസ് 20 അല്ലേ. അമ്മയുടെ വയസ്സ് എത്രയാകും? 4x പ്ലസ് 20 ആകും. ഇനി എന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. അമ്മയുടെ പ്രായം 4x പ്ലസ് 20 ആണ്. അത് മകളുടെ പ്രായത്തിൻ്റെ ഇരട്ടിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇവിടെ എന്ത് വരും? 4x പ്ലസ് 20 എന്ന് പറയുന്നത് 2x പ്ലസ് 40 ആകും. സോ ഇവിടെ എന്ത് വരും? 4x മൈനസ് 2x എന്ന് പറയുന്നത് 40 മൈനസ് 20 എന്നാകും. സോ 2x എന്ന് പറയുന്നത് 20 ആയിട്ട് വരും. എക്സ് എന്ന് പറയുന്നത് 10 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അമ്മയുടെ പ്രായമാണ്. മകളുടെ പ്രായം 10 ആണെങ്കിൽ അമ്മയുടെ പ്രായം 40 ആകും. 20 വർഷം കഴിയുമ്പോൾ മകളുടെ പ്രായം 30 ആകുമ്പോൾ അമ്മയുടെ പ്രായം 60 ആകും. എല്ലാ ലോജിക്കും കറക്റ്റ് അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സാണ്. സോ ഏതാണ്? ഓപ്ഷൻ ബി 40 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ബന്ധപ്പെട്ട പദജോടി. ന്യൂമോണിയ ശ്വാസകോശമാണെങ്കിൽ ഗ്ലോക്കോമ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂമോണിയ എന്ന് പറയുന്നത് ശ്വാസകോശത്തെ ബാധിക്കുന്നൊരു രോഗമാണ്. അപ്പോൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഫോട്ടോയിലുള്ള പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാലതി പറഞ്ഞു. ഓക്കെ, അയാളുടെ ഭാര്യ. അപ്പോൾ ഫോട്ടോയിൽ ആരോ ഉണ്ട്. അയാളുടെ ഭാര്യ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു ആണാണെന്ന് മനസ്സിലായി അല്ലേ. അയാളുടെ ഭാര്യ എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? ആ ഫോട്ടോയിലുള്ള ആരായിരിക്കും? ഭർത്താവാണ്. അതായത് ഭർത്താവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുവാണ് അയാളുടെ ഭാര്യ എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ്. അതായത് ഞാനാണ് ആ പറയുന്നത്. അതാണ് ലോജിക്ക്. അപ്പോൾ അയാൾക്കുള്ള ബന്ധം എന്താണ്? ഭർത്താവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 20 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 10 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വരും ദിവസങ്ങളിൽ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്